ആദ്യം ലാലീഗ കിരീടം, പിന്നാലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ തിളക്കം, കിലിയൻ എംബാപ്പയും എൻട്രിക്കും അടക്കമുള്ള വമ്പൻ ട്രാൻസ്ഫറുകൾ. സാന്റിയാഗോ ബേണബ്യൂവിൽ നിന്നും ശുഭകരമായ വാർത്തകൾ നിരന്തരം കേൾക്കുമ്പോൾ അപ്പുറത്ത് നൗക്കാം എല്ലാം ഉള്ളിലൊതുക്കി നിൽക്കുകയായിരുന്നു. മാഡ്രിഡിൽ നിന്നും കേൾക്കുന്നതെല്ലാം നല്ല വാർത്തകളാണ്. എന്നാൽ അപ്പുറത്ത് ബാഴ്സയിൽ നിന്നോ? അവർ ചരിത്രത്തിൽ ഇന്നേ വരെയില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കറ്റാലന്മാരുടെ തലക്കുമുകളിൽ തൂങ്ങി നിന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കനം ലോകം അറിഞ്ഞു തുടങ്ങി. ക്യാമ്പ് നോവിൽ കളിക്കാൻ മോഹിച്ചുവെന്ന ഇൽക്കൈ ഗുണ്ടോഗനെ അവർ കരയിച്ചാണ് പറഞ്ഞുവിട്ടത്. ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റായ നീക്കോ വില്യംസിനെ എത്തിക്കാനുമായില്ല. ജർമ്മനിക്ക് വേണ്ടാത്ത ഹാൻസി ഫ്ലിക്ക് പരിശീലകനായി എന്തു ചെയ്യുമെന്ന ചോദ്യം വേറെയുമുണ്ടായിരുന്നു. ഡാനി ഓൽമോ വന്നണഞ്ഞത് മാത്രമായിരുന്നു ഒരേ ഒരു ആശ്വാസം. എന്നാൽ ലാലീഗ സീസൺ ആദ്യ മത്സരങ്ങൾ പിന്നിടുമ്പോൾ വിമർശനങ്ങളെയെല്ലാം വാരി നിലത്തടിക്കുന്ന കറ്റാലൻ സംഘത്തെയാണ് നമ്മൾ കാണുന്നത്. ടിക്കി ടാക്കയ്ക്ക് പകരം ഫ്ലിക്കി ഫ്ലാക്കൈതായി എത്തിയിരിക്കുന്നു എന്നാണ് സംസാരം. സീസൺ തുടങ്ങിയിട്ടേ ഉള്ളുവെങ്കിലും ഹാൻസി ഫ്ലിക്കിൽ ബൈസക്ക് പ്രതീക്ഷകൾ മുളച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം. ആരവങ്ങളും കിരീടങ്ങളും അധികം വൈകാതെ ക്യാമ്പ് നോവിൽ വന്നണയുമെന്ന് അവർ വിശ്വസിക്കുന്നു. വെറും 6 മത്സരങ്ങളിൽ നിന്നും 22 ഗോളുകളാണ് അവർ അടിച്ചുകൂട്ടിയത്. ഇതിൽ 21 എണ്ണവും നോൺ പെനാൽറ്റി ഗോളുകളാണ്. റാഫീഞ്ഞയും ലെവൻഡോസ്കിയും നിറഞ്ഞാടുന്നു. ലമീൻ യമാൽ വാർത്തകളിൽ നിറയുന്നു. ലാലീഗ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച തുടക്കങ്ങളിലൊന്നാണ് ബൈസക്ക് കിട്ടിയിരിക്കുന്നത്. പ്രീ സീസണിലും ലാലീഗയിലുമെല്ലാം മിന്നും പ്രകടനങ്ങളാണ് അവർ നടത്തിയത്. ചാമ്പ്യൻസ് ലീഗിൽ മൊണോക്കോയോട് തോറ്റത് മാത്രമാണ് ഇതിനിടെ ഒരു കല്ലുകടിയായത്. ബാഴ്സലോണ പരിശീലകൻ എന്നത് ഒരു ഹോട്ട് സീറ്റാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട, ഒരുപാട് ഓഡിറ്റിങ്ങുകൾക്ക് വിധേയമാകുന്ന ഒരു പോസ്റ്റ്. എന്നാൽ ഈ ചുമതലയിൽ ഹാൻസി ഫ്ലിക്ക് പക്വതയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾക്കോ വീരവാദങ്ങൾക്കോ നിൽക്കുന്നില്ല. മാധ്യമങ്ങളിൽ നിന്നും പരമാവധി അകന്നു നിൽക്കുന്നു. മെയ് മാസത്തിൽ തന്നെ ബാഴ്സയുമായി കരാർ ഒപ്പിട്ട ഫ്ലിക്ക് ജൂലൈ പകുതിയിൽ മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഫ്ലിക്ക് സ്പാനിഷിൽ സംസാരിക്കാൻ പഠിച്ചു വരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലാണ് മാധ്യമങ്ങളെ കാണുന്നത്. ഡ്രസ്സിംഗ് റൂമിലുള്ള ജർമ്മനും ഇംഗ്ലീഷും അറിയുന്നവരെ വെച്ചാണ് ഫ്ലിക്ക് കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നേരത്തെ തിയാഗോ അൽക്കൻഡാരയാണ് അദ്ദേഹത്തെ ട്രാൻസ്ലേഷനിൽ സഹായിച്ചിരുന്നത്. വൈകിയെത്തിയാൽ ഫൈൻ വിധിക്കുന്നതടക്കമുള്ള പട്ടാളച്ചിട്ടകൾ ഫ്ലിക്ക് പുലർത്തുന്നില്ല. കൂടാതെ ടീമിനിടയിൽ ഐക്യം വളർത്താനായി രാത്രിയിൽ ഹോട്ടലിൽ താരങ്ങളെ ഒരുമിച്ചിരുത്തുന്നതടക്കമുള്ള രീതികൾ പുലർത്തുന്നു. പോയ സീസണിൽ റയൽ മാഡ്രിഡ്, ജിറോണ, വില്ലാറയൽ അടക്കമുള്ള ടീമുകളുമായി ബൈസ പരാജയപ്പെട്ടത് മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ കൺസീഡ് ചെയ്ത ഗോളുകളിലൂടെയായിരുന്നു. ഇതിനെ തുടർന്ന് ബൈസ താരങ്ങളുടെ ഫിറ്റ്നസിനെയും സ്റ്റാമിനയെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു കാലത്ത് അന്റോണിയോ കോണ്ടെയുടെ വലംകൈയായിരുന്ന ജൂലിയോ ടൂസിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഫിറ്റ്നസ് ടീമിനെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഫിറ്റ്നസ് ടീമിൽ ഹാപ്പിയാണെന്നാണ് പെട്രി പറയുന്നത്. ഞങ്ങൾ മുമ്പുള്ളതിനേക്കാൾ പണിയെടുക്കുന്നു. പുതിയ ഫിറ്റ്നസ് കോച്ച് വളരെ നല്ലതാണ്. ഞങ്ങളുടെ പരിശീലനത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. 70-80 മിനിറ്റുകൾക്ക് ശേഷം ഈ ടീം ഇനി തളരില്ല, പെട്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി ഒരു സത്യമാണെന്ന് ഫ്ലിക്കിനറിയാം. അതുകൊണ്ട് തന്നെ വലിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാതെ ഉള്ള വിഭവങ്ങളെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ബൈസയുടെ അക്കാഡമിയായ ലാമാസിയ പ്രൊഡക്റ്റുകളെ ഫ്ലിക്ക് വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. ലാമാസിയക്കാരനായ മാർക്ക് ബേണാലിനെ പ്രതിരോധത്തിലെ പ്രധാന ചുമതലക്കാരനാക്കിയത് ഉദാഹരണം. ജെറാഡ് മാർട്ടിൻ, സെർജി ഡോമിംഗസ് അടക്കമുള്ള ലാമാസിയക്കാർക്ക് അരങ്ങേറാനുള്ള അവസരം നൽകി. വലിയ പൈതൃകമുള്ള ലാമാസിയയുടെ വില കോച്ച് തിരിച്ചറിയുന്നതിൽ ക്ലബ്ബ് പ്രസിഡന്റായ ലാപ്പോട്ടയും ഹാപ്പിയാണ്. എതിരാളികളുടെ മേൽ സമ്മർദ്ദം തീർക്കുക എന്ന തന്ത്രമാണ് ബാഴ്സ ഏറ്റവും വിജയകരമായി നടപ്പാക്കി വരുന്നത്. എതിരാളികളുടെ ഗോൾ പോസ്റ്റിനടുത്തു നിന്നും പന്ത് പിടിച്ചെടുക്കുക എന്ന കോച്ചിൻ്റെ ആവശ്യം താരങ്ങൾ നടപ്പാക്കുന്നുണ്ട്. മുന്നേറ്റ താരങ്ങളായ റാഫീഞ്ഞയും ലമീൻ യമാലുമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഒരു കാലത്ത് ബാഴ്സയുടെ എഞ്ചിനായിരുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിരുന്ന സെർജിയോ ബുസ്കറ്റ്സ് ആയിരുന്നു. ബുസ്കറ്റ്സിൻ്റെ കാലുകളിലൂടെയല്ലാതെ ഒരു മുന്നേറ്റമോ നീക്കമോ ബാഴ്സയിൽ സംഭവിക്കുക എന്നത് അപൂർവമായിരുന്നു. ഏറെക്കാലത്തിന് ശേഷമുള്ള സേവനത്തിന് ശേഷം ബുസ്കറ്റ്സ് ക്ലബ്ബ് വിട്ടു പോയതിനു ശേഷം ബാഴ്സ അന്വേഷിച്ചത് മറ്റൊരു ബുസ്കറ്റ്സിനെയായിരുന്നു. പലരെയും ആ പൊസിഷനിൽ പരീക്ഷിച്ചു നോക്കിയെങ്കിലും ശരിയായില്ല. മാർട്ടിൻ സുബിമെൻഡിയും അമാദു ഒനാനയും അടക്കമുള്ളവരെ കൊണ്ടുവരാനും നോക്കി. മുൻ കോച്ചായ ചാവി നേരിട്ട ഏറ്റവും പ്രധാന പ്രശ്നവും ഇതുതന്നെയായിരുന്നു. എന്നാൽ ഒന്നും നടക്കുന്നില്ലെന്ന് കണ്ടതോടെ ഫ്ലിക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡിലൂടെ ആ റോൾ തന്നെ പൊളിച്ചു പണിയുന്നതാണ് നാം കാണുന്നത്. മുൻനിര താരങ്ങൾ ഹൈ പ്രഷർ രീതി സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഡിഫൻസീവിൽ അധിക ഭാരം വരുന്നില്ല. ചുമതലകൾ ഒരാളിൽ മാത്രം ഒതുക്കാതെ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ പണി വീതിച്ചു കൊടുക്കുന്നതാണ് നാം കാണുന്നത്. ലാലീഗ സീസൺ തുടങ്ങിയിട്ടേയുള്ളൂ. എൽ ക്ലാസിക്കോയും ചാമ്പ്യൻസ് ലീഗും അടക്കമുള്ള യഥാർത്ഥ പരീക്ഷണങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. എങ്കിലും ബാഴ്സയിൽ നിന്നും നമ്മൾ കേൾക്കുന്നതെല്ലാം ശുഭവാർത്തകളാണ്.